കല്യാണമൊക്കെ ആയിട്ട് എന്താ മോളെ ഇങ്ങനെ വിഷമിച്ച് ഇവിടെ വന്നിരിക്കുന്നത്? എന്തൊക്കെയുണ്ട് കല്യാണ വിശേഷങ്ങളൊക്കെ? കല്യാണ വിശേഷമൊക്കെ നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ ചിലവിൻ്റെ കാര്യം ഓർത്തിട്ടുള്ള ഒരു ആദിയുണ്ട്. പിന്നെ ഇപ്പം വെറും ചിലവല്ലല്ലോ, GST എല്ലാം കൂടെയൊക്കെ വരുന്നതുകൊണ്ട് അവർക്കും നല്ല കാശ് ചിലവുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ കഴിക്കുന്നുണ്ട്. പ്ലസൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കണം. പിന്നെ മോള് ഫേഷ്യലൊക്കെ ചെയ്യാൻ എവിടെയാണ് പോകുന്നത്? ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്നൊരു ബ്യൂട്ടി പാർലറുണ്ട്, അവിടെ നന്നായിട്ട് ചെയ്യും, നല്ല റേറ്റും കുറവാണ്. നമുക്ക് അവിടെ പോയാലോ? എങ്കിൽ നമുക്ക് അവിടെ കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ശരി. പോയ കാര്യം നടന്നു. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ട്, ഗൂഗിൾ പേ ചെയ്തേക്കണേ. ഒരു കാര്യം കൂടെ വിട്ടു, വാട്ടർ ബില്ലും വന്നിട്ടുണ്ട്, അതും കൂടെ ചെയ്തോ. ഇനി ബില്ല് തന്നെ. അത് സൈഡ് ഞാൻ നാളെ ലീവാണ് കേട്ടോ. ഞാൻ നാളെ കാണില്ല. അതോ മോളുടെ കല്യാണത്തിന്റെ പർച്ചേസുമായിട്ട് പോകണം. ഞങ്ങൾ എല്ലാരും ലീവ് പറഞ്ഞില്ല. അപ്പൊ നാളെ തന്നെ അതൊന്ന് തീരുമല്ലോ. കല്യാണം നടത്തില്ലേ, അതുകൊണ്ട് എല്ലാം കൂടെ ഒരു ദിവസം നോക്കാം. ശരി, അപ്പൊ മറ്റന്നാ കാണാം. ബൈ. ഹലോ മാളു, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. ഇന്നലെ തന്നെ അച്ഛനോട് സംസാരിച്ചായിരുന്നു. ഇല്ലടാ, അച്ഛൻ ഓക്കെ പറഞ്ഞു. എല്ലാവർക്കും നിന്നെ തന്നെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. പ്രീ ഷൂട്ടിംഗ് തൊക്കെ ഇല്ല. നീ അതെല്ലാം ഭംഗി ചെയ്തു തരുമെന്ന് വിചാരിക്കണം. ശരി. നീ ഇപ്പം എന്തെങ്കിലും തിരക്കിലാണോ? ഞാനും അച്ഛനും കൂടി ഇവിടെ മാർജിൻ ഫ്രീയിൽ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഇപ്പോൾ വരുവാണെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു. അച്ഛനായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നീ വന്നിട്ട് തന്നെ വിളിച്ചാൽ മതി. ഹലോ, ഇതെടുക്കാലോ. ഹലോ ചേച്ചി, ഞാനിവിടെ നമ്മുടെ കല്യാണത്തിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂക്കൾ നോക്കുന്നുണ്ട്. ഇവിടെ നല്ല പൂക്കൾ, പ്ലാസ്റ്റിക് പൂക്കളൊക്കെ കുറച്ചുണ്ട് നമ്മൾ. തൽക്കാലം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റേറ്റൊക്കെയാണ്. പിന്നെ ചേച്ചി, നമുക്ക് ഹാരം വാങ്ങണമായിരുന്നല്ലോ. ഹാരത്തിൻ്റെ കാര്യം കൂടി ഞാൻ വരുന്ന വഴിക്ക് അന്വേഷിച്ചായിരുന്നു. ഏകദേശം 4500 മാത്രമേ ആയിട്ടുള്ളൂ. അതെ. ഒറിജിനൽ ഫ്ലവേഴ്സിന് GST ഇല്ല, 0% GST എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ചേച്ചി തന്ന 5000-ൽ
4:50 മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ. ഓക്കെ, ആ ശരി ചേച്ചി. ഓക്കെ ഓക്കെ. തിരക്കിലാണ്. സുഖമായിട്ടിരിക്കുന്നു. കണ്ടിട്ട് കുറേ നാളായല്ലോ. നന്നായിട്ട് പോകുന്നു ആൻറ്റി. പുതിയ പ്രോഗ്രാം ആയതിന്റെ ചെറിയ പ്രോബ്ലംസ് അല്ലാണ്ടൊന്നുമില്ല. കല്യാണത്തിന്റെ തിരക്കൊക്കെ ആയിരിക്കും. അവളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന്റെ ഫുൾ സെറ്റ് ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. ഒരു ചെറിയ കാര്യങ്ങൾ നമ്മുടെ GST വരുന്ന 18%. അതിന്റെ കുറച്ച് എമൗണ്ട് ആയതായിട്ട് ബാക്കി എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ റെഡിയാക്കി. ബില്ലിലും ചില്ലിലും കാണാം നമുക്കുത് തൈത്രയെന്ന് മനസ്സിലാക്കാം. പണം കൊടുക്കുമ്പോഴും മാറിയിടുമ്പോഴും നാളുരസ്കം വീണ്ടും ഓർത്തുചേരും. പതിവിലെ പണവും തരുമോ നമുക്ക്, വിലക്കുറവും തരുമോ അസ്തമാക്കാൻ, ഒരു നോട്ടം നോക്കി മനസ്സിലാക്കാം. ഇത് എത്ര താമസം കോഴിയായി നാട്ടുകാരെ, വില കൂടുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാം. വിക്കലും വലപ്പുമായി ഇനി പാടാം. ഇതൊക്കെ എന്തെന്ന് വർഷങ്ങൾ പിന്നെ ചിന്തിക്കുന്നവർക്കെല്ലാം ഒഴിവ് നൽകാം. വർണ്ണങ്ങൾ മാറി മാറി കാണുന്ന കാലം, വെളിയിലെ തീരവും എന്താണെന്നു നാം പേടി. കടകളിൽ കയറി നടന്നപ്പോൾ എല്ലാം ശരിയാകുമെന്ന് തന്നെ നമ്മൾ ഉറങ്ങും. കിഴക്കയിൽ കിടന്ന സ്വപ്നങ്ങൾ കാണാം. പുതിയൊരു ജീവിതം നമുക്കായി സ്വപ്നം. ഒരുമിച്ച് നമുക്ക് ജീവോഷൻ വെളിച്ചം. അമ്മ മൊത്തത്തിൽ എല്ലാം കൂടെ എത്രയായി? എല്ലാം കൂടി 19,000 രൂപയായി. ഓ അത്രയും ആയല്ലേ. GST ഉൾപ്പെട്ടിട്ടുണ്ടോ? ആ ഉണ്ട്, 12% GST അത്ര. ആൻറ്റി 5% ഒക്കെ ആയിട്ട് GST വരുന്നത്? അല്ല മോളെ, ഫാബ്രിക്സിനൊക്കെ 1000 താഴെയാണ് 5%. 1000 മുകളിലുള്ള എല്ലാത്തിനും 12% GST. ഓ ഇങ്ങനെയാണല്ലോ. അതുപോലെ കുറച്ച് എമൗണ്ട് ആവുമല്ലോ. ആവും. ചെലവ് ഓടി ചെലവാ. കല്യാണം അല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ്. കടന്നു പോകാം. വില കൂടുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാം. വിക്കലും വലപ്പുമായി ഇനി പാടാം. ഇതൊക്കെ എന്തെന്ന് വർഷങ്ങൾ പിന്നെ ചിന്തിക്കുന്നവർക്കെല്ലാം ഒഴിവ് നൽകാം. ചർച്ച ചെയ്യാം. വിക്കലും വലപ്പുമായി ഇനി പാടാം. ഇതൊക്കെ എന്തെന്ന് വർഷങ്ങൾ പിന്നെ ചിന്തിക്കുന്നവർക്കെല്ലാം ഒളിവ് നൽകാം. ഒളിവ് നൽകാം. ഒളിവ് നൽകാം. ഒളിവ് നൽകാം.
ടാക്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനി എങ്ങോട്ടാ പോവാൻ പ്ലാൻ? നമുക്ക് ആദ്യം പെട്രോൾ അടിക്കാൻ പോകണം. എനിക്ക് വിശന്നിട്ട് വയ്യ, ഉടനെ എന്തെങ്കിലും കഴിക്കണം. അതിനെങ്ങോട്ട് പോകണം? ലുലു പോയാലോ? ലുലു ലുലു പോവാം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അതിനടുത്താ ലുലു, അങ്ങോട്ട് പോകണം. ലുലുവിലോട്ട് പോവാം. ലുലു പോവാം. പെട്രോളിനൊക്കെ ഇപ്പൊ കത്തുന്ന വില തന്നെയാണ്. ഇനി ഇതിനുണ്ടോ GST? ഇതിന് GST ഇല്ല. GST ഇല്ലാത്തൊരു സാധനം ഒന്ന് പെട്രോളിയവും പിന്നെ ഒന്ന് ആൽക്കഹോളുമാണ്. ബാക്കി എല്ലാത്തിനും ഇപ്പൊ GST ഉണ്ട്. പക്ഷെ ആൽക്കഹോളിന് GST വെക്കേണ്ടതാണ്. അങ്ങനെയെങ്കിലും കുറച്ച് കുടി നിർത്തുമല്ലോ എല്ലാരും. അതെ അതെ. ഞാൻ വിളിച്ചതേ, എനിക്ക് അടുത്ത മാസം 25-ാം തീയതി ട്രെയിൻ ടിക്കറ്റ് ഒന്ന് നോക്കണമായിരുന്നു തൃശ്ശൂർ വരെ. അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് തൃശ്ശൂർ വരെ പോകാനായിട്ട്? ആ സാർ, ഒരു സീറ്റിന് 110 രൂപ വെച്ചാണ് വരുന്നത്. പക്ഷേ ഒരു 5% GST കൂടെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്തെടുക്കേണ്ടി വരും. ആ, ഓക്കെ. 110 ഒരു സീറ്റിന് 5% GST കൂടെ ആഡ് ചെയ്ത് തരും സാർ. അതെ സാർ, അതെ. ആ സാർ, ഡേറ്റ് ഒന്നുകൂടെ കൺഫേം ചെയ്യാമോ? 25. ഓക്കെ സാർ. ആ, ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. ശരി ശരി. ഞാൻ പിന്നെ വിളിക്കാം. ഇതുവരെ നനച്ച് കഴിഞ്ഞില്ലല്ലോ. നിനക്ക് ഇതിനൊന്നും സമയമില്ലല്ലോ. എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. കേരള ചെല്ലുന്ന വീട്ടിൽ ഇതുപോലെ ജോലിയൊക്കെ ചെയ്യണം, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. എന്നെ അവിടെ ആരും അതിനൊന്നും കമ്പൽ ചെയ്യാൻ തോന്നുന്നില്ല. കാണാം. ഇന്നത്തെ ബിരിയാണി നല്ലായിരുന്നല്ലേ അമ്മ? ഫുഡിനെല്ലാം കൂടെ 1300 രൂപയായി. അതെങ്ങനെ അമ്മ എല്ലാം കൂടെ 1300 ആവുന്നേ? നമ്മൾ 5 പേര് 200 രൂപ വെച്ച് 1000 അല്ലേ ആവത്തുള്ളൂ? 1000 ആവുള്ളൂ. ഇപ്പോഴത്തെ ഫുഡിന് 5% മുതൽ 12% വരെ GST ഇല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ GSTയും കൂടെ 1300 രൂപയായി. ഓ അങ്ങനെ. കല്യാണം ആയതുകൊണ്ട് ചെലവോട് ചെലവ് തന്നെ. ഇന്നലെ തന്നെ കണ്ടില്ലേ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കണക്ക് കൂട്ടുമ്പോൾ.